പി ജയരാജൻ വധശ്രമ കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. 7 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, ഹൈക്കോടതി വിധിക്കെതിരെ കാര്യമായ വിമർശനങ്ങൾ തന്നെ ഉയർന്നു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഈ പി ജയരാജൻ വധക്കേസുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിലെ 7 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി മതിയായ തെളിവുകൾ ഉണ്ടെന്നും ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസിലെ 2ാം പ്രതി ഒഴികെയുള്ളവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. നമുക്കറിയാം, ഈ പ്രതികളെല്ലാം തന്നെ RSSന്റെ പ്രവർത്തകരായിട്ടുള്ളവരാണ്. വധശ്രമം, ആയുധം ഉപയോഗിക്കൽ, കലാപം ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി നിരവധി കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ വിധിക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 1ാം പ്രതി കടിച്ചേരി അജി, 3ാം പ്രതി കൊയ്യോൺ മനോജ്, 4ാം പ്രതി പാറ ശശി, 5ാം പ്രതി എളംതോട്ടത്തിൽ മനോജ്, 7ാം പ്രതി ജയപ്രകാശൻ എന്നിവരെ കുറ്റക്കാരെന്ന് കണ്ടുകൊണ്ടാണ് വെറുതെ വിട്ടത്. എന്നാൽ ഈ 2007 വിചാരണ കോടതി ഇവർക്കെതിരെ കഠിന തടവും പിഴയും വിധിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇവരെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിക്കൊണ്ട് വെറുതെ വിടുകയായിരുന്നു. ശിക്ഷ 1 വർഷമായി ഹൈക്കോടതി കുറയ്ക്കുകയും ചെയ്തിരുന്നു. വിചാരണ കോടതി പ്രശാന്തിനെ നേരത്തെ തന്നെ 10 വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചിരുന്നു. ഈ ശിക്ഷയാണ് ഇളവ് ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികൾക്ക് മതിയായ ശിക്ഷ നൽകാൻ എല്ലാ കുറ്റങ്ങളും തെളിവുകളും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 1999 തിരുവോണ ദിവസമാണ് പി ജയരാജനെ ഒരു കൂട്ടം RSS പ്രവർത്തകർ വീട്ടിൽ കയറി വധിക്കുന്ന ഒരു ശ്രമം ഉണ്ടായത്. ഇതിനെതിരെ എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഷമ്മി. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.